കൊല്ലം നിയമസഭാ മണ്ഡലം കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഒരേ ഒരു മുന്നണിയെ മാത്രം വിജയിപ്പിച്ചൊരു നാട്. പക്ഷെ ഇത്തവണ ആ ചരിത്രം വഴിമാറുമോ? കേരള രാഷ്ട്രീയം മുഴുവൻ ഉറ്റുനോക്കുന്നൊരു ചോദ്യമാണിത്. ഗലീൻ, നമുക്കിതിന്റെ ഉത്തരമൊന്ന് തേടി നോക്കാം. 25 വർഷം, അതൊരു ചെറിയ കാലയളവൊന്നുമല്ല അല്ലേ? ഇത്രയും കാലം ഒരേ മുന്നണിയെ നെഞ്ചിലേറ്റിയ കൊല്ലത്തെ ജനങ്ങൾ ഇത്തവണയും ആ പതിവ് തുടരുമോ? അതോ ഒരു മാറ്റത്തിനവർ തയ്യാറാണോ? ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ആകാംക്ഷയും ഇതുതന്നെയാണ്. ശരി, അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചുകൂടി ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഇന്നത്തെ ഈ പോരാട്ടത്തിന്റെ ഒരു ചൂട് ശരിക്കും മനസ്സിലാവണമെങ്കിൽ കൊല്ലത്തിന്റെ ഈയൊരു രാഷ്ട്രീയ ചരിത്രം നമ്മൾ ആദ്യം അറിയണം. കൊല്ലത്തെ ചെങ്കോട്ടെന്ന് വെറുതെ പറയുന്നതല്ല. കാരണം 2001 ശേഷം നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷമല്ലാതെ വേറൊരു കക്ഷിക്കും കൊല്ലത്ത് ജയിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവിടെ അവരുടെ സ്വാധീനം. ഈ ഒരു ടൈം ലൈൻ നോക്കിയാൽ അവരുടെ ആധിപത്യം നമുക്ക് വ്യക്തമായി കാണാം. പക്ഷേ അതിലെ ആ അവസാനത്തെ എൻട്രി ഒന്ന് ശ്രദ്ധിച്ചോ? 2021. അവിടെയാണ് ഈ കഥയ്ക്കൊരു ട്വിസ്റ്റ് വരുന്നത്. അതെ, ആ നിർണായകമായ വഴിത്തിരിവ് 2021 അതുവരെ വളരെ സേഫാണെന്ന് വിചാരിച്ചിരുന്ന ആ കോട്ടയുടെ അടിത്തറ ചെറുതായൊന്ന് ഇളകിയത് ആ തിരഞ്ഞെടുപ്പിലാണ്. വർഷങ്ങളോളം LDFന് ഒരു ടെൻഷനുമില്ലാതെ ജയിച്ചു പോന്ന കൊല്ലത്ത് 2021 ആ തെരഞ്ഞെടുപ്പ് ഫലം രാഷ്ട്രീയത്തിലെ കണക്കുകൂട്ടലുകളൊക്കെ മാറ്റിമറിക്കുന്നതിന്റെ ഒരു സൂചനയായിരുന്നു. ഈ സ്ലൈഡിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് കാര്യം ഈ കാണുന്ന നമ്പറാണ്. വെറും 2072 വോട്ടുകൾ. ജയിച്ച ആളും തോറ്റ ആളും തമ്മിലുള്ള വ്യത്യാസം അത്രമാത്രം ചെറുതായിരുന്നു. ശരിക്കും പറഞ്ഞ ഒരു ഫോട്ടോ ഫിനിഷ്. അപ്പോ ഇവിടെ നിർണായകമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ശക്തമായ ത്രികോണ മത്സരമായിരുന്നു. BJP 14,000-ലധികം വോട്ടുകൾ പിടിച്ചപ്പോൾ അത് ഫൈനൽ റിസൾട്ടിനെ ശരിക്കും ഒരു മുൾമുനയിൽ നിർത്തിക്കളഞ്ഞു. കൊല്ലത്ത് UDFന്റെ ശക്തമായ തിരിച്ചുവരവിനെ LDF അന്നുതന്നെ ഭയപ്പെട്ടിരുന്നു. ഈ പറയുന്നത് പോലെ ആ നേരിയ വിജയം ഒരു മുന്നറിയിപ്പായിട്ട് ഇടതുപക്ഷം കണ്ടു. തങ്ങളുടെ കോട്ടയ്ക്ക് ഒരു വിള്ളൽ വീണിട്ടുണ്ട് എന്നവർ തിരിച്ചറിഞ്ഞ ഒരു നിമിഷം കൂടിയായിരുന്നു അത്. അപ്പോ ഈ വിള്ളൽ വീണ കോട്ട പിടിച്ചെടുക്കാനും അത് പ്രതിരോധിച്ച് നിർത്താനും ഇത്തവണ ആരൊക്കെയാണ് കളത്തിലിറങ്ങുന്നത്? നമുക്ക് നോക്കാം. അപ്പോ ഇത്തവണ കോട്ട എന്തായാലും തകർക്കാൻ പറ്റും എന്ന് പ്രതിപക്ഷം വിശ്വസിക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? അതിനുള്ള ഉത്തരം അടുത്ത കാലത്ത് നടന്ന ചില ഇലക്ഷനുകളിലെ കണക്കുകളിലുണ്ട്. UDFന്റെ ഈയൊരു ആത്മവിശ്വാസം വെറുമൊരു ആഗ്രഹമല്ല. അടുത്ത കാലത്ത് നടന്ന ലോക്കൽ ബോഡി ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലുമൊക്കെ വോട്ടർമാരുടെ പെരുമാറ്റത്തിലുണ്ടായ ചില മാറ്റങ്ങൾ അവർക്ക് നല്ല പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈ വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസം രാഷ്ട്രീയത്തിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യത്തെയാണ് തൊട്ടുണർത്തുന്നത്: ഭരണവിരുദ്ധ വികാരം. അതായത് 25 വർഷം ഒരേ മുന്നണി ഭരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു മാറ്റം വേണമെന്ന് ജനങ്ങൾക്ക് തോന്നിയേക്കാം. അതും ഒരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം കൂടി നമ്മളെ ഇന്നത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ഫലം എന്താകും എന്ന് ഇപ്പോൾ ആർക്കും ഉറപ്പിച്ചു പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ 1/4 നൂറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ കഥയുടെ അവസാന അധ്യായം എഴുതാൻ ഇനി അധികം നാളില്ല. ഏപ്രിൽ 9 ആ വിധി വരും. അത് ആർക്കനുകൂലമാകും? വികസന നേട്ടങ്ങളൊക്കെ പറഞ്ഞ് LDF ഈ കോട്ട നിലനിർത്തുമോ? അതോ 1/4 നൂറ്റാണ്ടിന്റെ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് UDF ഒരു അട്ടിമറി വിജയം നേടുമോ? കൊല്ലം ആർക്കൊപ്പം നിൽക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം.